മുക്കം നഗരസഭ 27 മാസം മുമ്പ് മുക്കം നഗരത്തിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം നഗരസഭ അധികൃതർ പോലും മറന്നതുപോലെ ഏറെ സമയമെടുത്ത് ആവശ്യമായ ആലോചനയും വിശദമായ പഠനവും നടത്തി നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിച്ച ഗതാഗത പരിഷ്കാര നിയമമാണ് 2023 ഫെബ്രുവരി 1 മുതൽ മുക്കത്ത് പ്രാബല്യത്തിലുള്ളത്. വിവിധ വിഭാഗം തൊഴിലാളികളും അങ്ങാടിയിലെ വ്യാപാരികളും അടക്കം ബന്ധപ്പെട്ടവരെയെല്ലാം വിളിച്ചുകൂട്ടി അംഗീകാരം വാങ്ങിയാണ് ഈ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കിയത്. മുക്കം നഗരത്തിലെ പരിഷ്കരിച്ച ഗതാഗത നിയമപ്രകാരം മുക്കത്തേക്ക് വരുന്ന ബസ്സുകൾ നേരെ നഗരത്തിലൂടെ വന്ന് ബസ് സ്റ്റാൻഡുകളിൽ പ്രവേശിക്കുകയും ബൈപ്പാസ് വഴി പുറത്തു പോവുകയുമാണ് ചെയ്യേണ്ടത്. അരീക്കോട് ഭാഗത്തേക്ക് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലെ മുന്നിലെ ഇടുങ്ങിയ റോഡിൽ നിർത്തിയിടാനോ യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ പാടില്ല. അവിടെ ബസ് സ്റ്റോപ്പുമില്ല. കിഴക്ക് ഭാഗത്ത് നിന്ന് മുക്കംകടവ് പാലം വഴി നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ ഓർഫനേജിൻ്റെ മുന്നിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മാർക്കറ്റ് റോഡിലൂടെ പോകണം. അവിടെ നിന്ന് മുന്നോട്ടുള്ള റോഡ് കിഴക്കോട്ട് മാത്രം പോകാനുള്ള വൺ വേ ആണ്. നഗരത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന വാഹനങ്ങൾ PC റോഡ് വഴിയാണ് പോവേണ്ടത്. മെയിൻ റോഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ അഭിലാഷ് ജംഗ്ഷൻ വരെ കിഴക്കോട്ടുള്ള വാഹനങ്ങൾക്കുള്ള വൺ വേ ആണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ബൈപ്പാസ്, ബസ് സ്റ്റാൻഡിനടുത്തു കൂടിയുള്ള വയലിൽ മുഹമ്മദ് ഹാജി റോഡ്, വില്ലേജ് ഓഫീസർ റോഡിൽ നിന്ന് ഓർഫനേജ് റോഡിലേക്കുള്ള മരക്കാർ ഹാജി റോഡ്, PC റോഡ് എന്നിവയും വൺ വേ ആണ്. നഗരത്തിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ചില നിബന്ധനകൾ നിയമത്തിൽ ഉൾപ്പെടുത്തുകയും ഇവയെല്ലാം വിസ്തരിച്ച് ഉച്ചഭാഷിണിയിലൂടെ 2 ആഴ്ചക്കാലം അറിയിപ്പ് നൽകുകയും ചെയ്തതാണ്. എല്ലാ റോഡുകളിലും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനമോടിക്കുന്നവരിൽ ചുരുക്കം ചിലരൊഴികെ ഇതൊന്നും കണ്ടില്ലെന്നടിച്ച് നിയമം ലംഘിക്കുകയും നിയമം ലംഘിക്കുന്നത് കണ്ടില്ലെന്നടിച്ച് നിയമപാലകർ മൗനം പാലിക്കുകയും നഗരസഭാധികൃതർ നിസ്സംഗത തുടരുകയുമാണ്. നോ എൻട്രി ബോർഡ് അവഗണിച്ച് വാഹനം ഓടിക്കലും ബോർഡുകൾ തന്നെ അപ്രത്യക്ഷമാകലും പുതുമയല്ലാതായി. ഇപ്പോൾ നഗരത്തിൽ എവിടെയും ആർക്കും ഏത് വാഹനവും എത്ര നേരവും നിർത്തിയിടാം. ഏത് റോഡിലൂടെയും ഏത് ഭാഗത്തേക്കും ഓടിച്ച് പോവുകയുമാവാം. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. ട്രാഫിക് പരിഷ്കരണ നിയമത്തെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കും പ്രതികരണമില്ലാതെയും ആയി. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.